സിറിയയിൽ അസാദ് കുടുംബത്തിന്റെ ഭരണം അവസാനിച്ചത് ജനാധിപത്യത്തിന്റെ പുതിയ തുടക്കമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ. അമേരിക്കയൊക്കെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ സിറിയയിലെ അരാജകത്വ അന്തരീക്ഷം ഐസിസ് പോലെയുള്ള ഭീകര സംഘടനകൾക്ക് വളമാകുമെന്നും അത് സിറിയയിൽ പുതിയ തീവ്ര ഇസ്ലാമിക ഭരണ സംവിധാനം നിലവിൽ വരുമെന്നും ആശങ്കപ്പെടുന്നവരുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം കയ്യേറിയതുപോലെ തന്നെ സിറിയയിൽ താലിബാനേക്കാൾ കടുത്ത ഇസ്ലാമിക ചിന്താഗതിയുള്ള സ്ത്രീകളുടേതടക്കമുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന ഒരു ഭരണ സംവിധാനം വന്നെന്ന് വരാം. എന്തായാലും അസാദിനെ പുറത്താക്കിയത് ഉചിതമായ തീരുമാനമാണ് എന്ന് വരുത്തി തീർക്കാനോ അല്ലെങ്കിൽ സത്യമോ ആവട്ടെ, അസാദിന്റെ ഭരണകാലത്തെ ക്രൂരതകളുടെ വിശദമായ റിപ്പോർട്ടുകൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. തല്ലുന്നതിനും കൊല്ലുന്നതിനും തൂക്കുന്നതിനും തിന്നുന്നതിനുമൊക്കെ പ്രത്യേക സംവിധാനങ്ങൾ ആ രാജ്യത്തുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സിറിയൻ ജനത അവരുടെ കാണാതായ ബന്ധുക്കളെ തേടി ജയിലുകൾ തോറും പരതി നടക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അസാദ് ആവട്ടെ റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ സഹായത്തോടെ സുരക്ഷിതമായി മുൻപ് തന്നെ വാങ്ങിക്കൂട്ടിയിരുന്ന സ്വത്തുക്കളിൽ ഒന്നിൽ ആഡംബര ജീവിതം ഭാര്യയോടൊപ്പം നടത്തുന്നു. ബ്രിട്ടനിൽ ജനിച്ചു വളർന്നു പഠിച്ചു ജോലി ചെയ്തിരുന്ന ഭാര്യ അസ്മയടക്കമുള്ളവർ മോസ്കോയിലെ അത്യാഡംബര മന്ദിരത്തിൽ അതീവ സുരക്ഷയോടുകൂടി ജീവിക്കുകയാണ്. സിറിയയിൽ ഇനി എന്ത് സംഭവിക്കും എന്നത് ആ ജനതയുടെ മാത്രം പ്രശ്നമാണ്.